എല്ലാവർക്കും ജയ് ഭീം അഭിവാദനങ്ങൾ. ജയ് ഭീം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ സമരം ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇടയിലുള്ള അനൈക്യം തന്നെയാണ് അതിന് കാരണം. അനൈക്യം തീർക്കാൻ വേണ്ടി, മാറ്റി തീർക്കാൻ വേണ്ടി നമ്മൾ പല പ്രവർത്തനങ്ങൾ ചെയ്തുവെങ്കിലും ഇന്നും ഒരു കൊടിക്കീഴിൽ നമുക്ക് അണിനിരക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നേരെയുള്ള ഓരോ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികളുടെയും പിന്നിൽ അവർക്ക് ശക്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മൾക്ക് ഒത്തുകൂടണം, ഒന്നുചേരണം, ഒരു കൊടി കീഴിൽ അണിനിരക്കണം, ശക്തിയാകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിൽ തന്നെയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ജാതി ഉപജാതി സംഘടനകളായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയും അതോടൊപ്പം തന്നെ നേതൃത്വങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. നമുക്കറിയാൻ പറ്റും, ഇതിനു മുമ്പ് ഒരു വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് നിലംപതിച്ച ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് CT സുകുമാരൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു IAS കാരനായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പട്ടികജാതിക്കാരനായിട്ടുള്ള IAS കാരനായിരുന്നു. കേരളത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നവനായിരുന്നു. പക്ഷേ എന്നിട്ടും അതൊരു കൊലപാതകമാണെന്ന് തീർക്കാൻ, അത് തെളിയിക്കാൻ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം വിദ്യാർത്ഥി തലമുറയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ തന്നെ ഒരു പരിധിവരെ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് നയിക്കുക രോഹിത് വേമുലയുടെ മരണം. എൻ്റെ ജന്മം തന്നെയാണ് എൻ്റെ ശാപം എന്ന് പറഞ്ഞു എഴുതി വെച്ച് നക്ഷത്രങ്ങളുടെ രാജകുമാരനും നമ്മളെ വിട്ടുപോയി. അതിനും തക്കതായിട്ടുള്ളൊരു ശിക്ഷ നേടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. അതിനുശേഷം രജനി ആനന്ദും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥനുമെല്ലാം ഇങ്ങനെ ഓരോ കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കൂടാതെ ഒരുപാട് പേരുണ്ട് പീഡനങ്ങൾ അനുഭവിച്ച് ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ നിന്ന് എനിക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ള, ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള, ഭ്രാന്തി പിടിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 158ഓളം കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പടിയിറങ്ങി പോന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രം. ഇതൊന്നും നമ്മൾക്ക് ബാധകമല്ല. നമ്മളിന്നും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഏപ്രിൽ 10-ാം തീയതി ഒരു കൊച്ചു മകൻ താഴേക്ക് വീണതായിട്ടുള്ള ചരിത്രവും നമ്മൾ കേട്ടു. ഒരുപാട് ചിത്രപ്പണികൾ അതിൻ്റെ പിന്നിൽ നടന്നു. ആ കുഞ്ഞിനെ 22 വയസ്സ് പ്രായമെന്നും 19 വയസ്സ് പ്രായമെന്നൊക്കെ പലതും എഴുതിച്ചെന്ന് അവിടെ പ്രായമല്ല, മറിച്ച് കണ്ണൂരുള്ള അഞ്ചരക്കണ്ടിയിലുള്ള കണ്ണൂർ ദന്തൽ കോളേജിൻ്റെ 1ാം വർഷ വിദ്യാർത്ഥി, ഒരു പാവപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള, നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള അശോകൻ്റെയും ലതയുടെയും ഏകപുത്രൻ, അവൻ താഴെ വീണതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അഞ്ചരക്കണ്ടി കോളേജിൻ്റെ സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. ആ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നത്, അല്ലാതെ പട്ടികജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കടന്നു ചെന്ന നിതിൻ രാജ് എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു മകൻ, അവൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും +2 തലത്തിലെല്ലാം 1ാം സ്ഥാനത്ത് നിന്ന് ജയിച്ച് ഒരു ട്യൂഷന് പോലും പോകാതെ യാതൊരുവിധ പ്രാക്ടീസുമല്ല, സ്വന്തമായിട്ട് പരിശീലനം നേടി അവൻ അഞ്ചരക്കണ്ടിയിലേക്ക് ചെന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ചെന്നിട്ട് തുടർന്ന് അവന് ലഭിക്കുന്നത് ജാതീയമായ പീഡനങ്ങൾ. കറുത്തവനാണ്. ഇന്നും കറുത്തവനോട് വെറുപ്പ് കാണിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് അവിടെയും ചെന്ന് അവിടെ അനുഭവപ്പെട്ടു. അവൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു, അത് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടു. അവൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു, അത് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടു.
പാവപ്പെട്ടവനാണ്, നല്ല വേഷമില്ല എന്ന് പറഞ്ഞു ആക്ഷേപിക്കപ്പെട്ടു, നല്ല ചെരുപ്പില്ല എന്ന് പറഞ്ഞു ആക്ഷേപിക്കപ്പെട്ടു. നിരവധി ആക്ഷേപങ്ങളുടെ ഇടയിലും അവൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ദന്തൽ ഡോക്ടറായിട്ടേ പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. അവസാനം സഹികെട്ടപ്പോൾ അവൻ കോളേജിലെ റാം എന്ന് പറഞ്ഞ ആ നരാധവനോട് പറഞ്ഞു, യു ഇഡിയറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവൻ സഹികെട്ട് പറഞ്ഞു, യു ടു എന്ന് പറയാനുള്ള അവനോട് തണ്ടിയിടം അവൻ കാണിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വലുതായത്. അതിനുശേഷം നിരവധി വിഷയങ്ങളുണ്ട്, അതെല്ലാം പറയട്ടെ, അതെല്ലാം മാറ്റിവെക്കാം, ഇപ്പോൾ അതിനുള്ള സമയമല്ല. അതിനുശേഷം പിന്നീട് അറിയുന്നത് അവൻ താഴെ വീണ് മരിച്ചു എന്നാണ്. ആ താഴെ വീണ് മരിച്ചപ്പോൾ ആ താഴെ വീണ സ്ഥലത്ത് ഒരു തുള്ളി ചോരയില്ല എന്ന് പറയുന്നു. അവൻ്റെ കണ്ണട, അവൻ ചാടി മരിച്ചുവെങ്കിൽ അവൻ്റെ കണ്ണട അതിൻ്റെ ആ മെഡിക്കൽ കോളേജിൻ്റെ, അവൻ പഠിക്കുന്ന സ്ഥലത്തല്ല, മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് കോണിപ്പടിയുടെ താഴെയിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയില്ല, ഇതെല്ലാം കേട്ടുകേൾവി മാത്രമാണ്. അതിനെതിരെ പ്രതികരിക്കാനായിട്ട് അവൻ്റെ സഹപാഠികൾ തയ്യാറായി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളെല്ലാം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച് വളർന്നു വന്ന ആൾക്കാരാണ്. നമ്മുടെ ഇടയിൽ നിന്നൊരു കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആ സ്കൂൾ ഒന്നടങ്കം, ഒരുപക്ഷെ ആ ക്ലാസ്സിലെ അധ്യാപക ഉൾപ്പെടെ ആ ക്ലാസ്സിലുള്ള ആളുകളെങ്കിലും അവിടെ സന്ദർശിക്കും. അഞ്ചരക്കണ്ടിയിൽ മരിച്ച നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു പോലും, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിന്നൊരു കുഞ്ഞു പോലും ചെന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്നറിയാം. നിനക്ക് പഠിക്കണോ, നിനക്ക് ജയിക്കണോ, ഞാൻ പറയുന്നത് കൂടെ ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ. അവിടുത്തെ വിദ്യാർത്ഥികളുമായി അഞ്ചരക്കണ്ടിയിലേക്കുള്ള മാർച്ചിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിനുശേഷം അവിടെയുള്ള കുട്ടികൾ, എൻ്റെ സംസാരം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പോരാൻ നേരത്തെ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, എനിക്ക് ഞങ്ങൾക്ക് ആ അങ്കിളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 2 ടീച്ചർമാരും കൂടെ ചെന്നപ്പോൾ പറയുന്നത് കേട്ടാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ, ഒരു കോളേജാണോ എന്ന് തോന്നുന്ന അവസ്ഥ. അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് പഠിച്ചുയർന്നു വന്നിട്ടുള്ള മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കുട്ടികളോടാണ് ഏറ്റവും കൂടുതൽ പീഡനം. അവരോട് ആൺകുട്ടികളോട് പറയുന്നു, പെൺകുട്ടികളെ അടിക്കാൻ പറയുന്നു. പെൺകുട്ടികളെ അടിച്ചിട്ട് ഒരു വശം തളർന്നു പോയ ഒരാഴ്ചയോളം ഞാൻ സഹികെട്ട് പോയി സാറേ എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം കുട്ടികളാണെങ്കിൽ അവരുടെ റംസാൻ കാലത്ത് അവരോട് നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ പറയുന്നു. അവർ പർദ്ദ പോലെ ഇട്ട് അവരവരുടെ മേൽച്ചട്ട പൊക്കി നോക്കിയിട്ട് അവരുടെ മാറിലേക്ക് നോക്കിയിട്ട് അവയാൾ പറയുന്നു, ഇവിടെ വല്ലയിടത്തും വല്ല നിങ്ങൾക്ക് എഴുതാനായിട്ട്, അതായത് കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളുണ്ടോ എന്നറിയണമെന്ന് വടിക്ക് പൊക്കിയിട്ട് നോക്കുന്നു. ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവസാനം പറയുന്നു, പഠിച്ച് ജയിക്കണോ, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നു. അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. കരഞ്ഞുകൊണ്ടാണ് ഓരോ കുട്ടികളും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കോളേജിൽ നമ്മുടെ ഒരു കുട്ടി, അവൻ ഒരുപാട് അധിക്ഷേപങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതികരിക്കാൻ തയ്യാറായി തുടങ്ങി. ഇപ്പോൾ പറയുന്നു മരിച്ചു എന്ന്. മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിലെ ഒരാൾ പോലും അവൻ്റെ വീട്ടിലേക്ക് എത്തിയില്ല, ഒരു സമാധാനം പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നിരവധി സംഘടനകൾ മുന്നോട്ട് സമരവുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോളേജ് ആരുടെയാണെന്ന് 2 ദിവസം മുമ്പ് വരെ അറിഞ്ഞിട്ടില്ല. ഇവിടെ പോലീസ് ആദ്യം പറയുന്നു, ഇത് ലോൺ ആപ്പിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് വന്നത്, 8000 രൂപ അടക്കാൻ വേണ്ടി അവൻ ചാടി മരിച്ചു എന്നാണ് പറയുന്നത്. ആദ്യ ദിവസങ്ങളിൽ പൊട്ടൻ കളിച്ചു പ്രിൻസിപ്പാൾ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അവസാനം ആ കുട്ടിയെ ഹരാസ് ചെയ്യുന്ന, ഭീഷണിപ്പെടുത്തുന്ന, തല്ലാൻ പോലും പോകുന്ന രീതിയിൽ എഴുന്നേൽക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഫോട്ടോകൾ വന്നപ്പോഴാണ് ആ പൊട്ടനായിട്ട് നിന്ന, മണ്ടനായിട്ട് നിന്ന പ്രിൻസിപ്പാൾ അവനാണ് 1-ാം പ്രതി എന്നുള്ളത് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ റാമും സംഗീതയുമെല്ലാം, റാം ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, സംഗീത ഒന്നും മിണ്ടിയില്ല എന്നാണ് ഇപ്പോൾ സംഗീത നമ്പ്യാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ നിന്നുകൊണ്ട് ഞാൻ തല്ലുകയാണെങ്കിൽ, എൻ്റെ കൂടെ ഒരാൾ നിന്ന് കൈയും കെട്ടി നിൽക്കുകയാണെങ്കിൽ അവനൊപ്പമാണോ എനിക്കൊപ്പമാണോ? ഒരക്ഷരം പോലും സാറ് പറയുന്നത് തെറ്റാണ് സാറേ, അങ്ങനെ പറയല്ല സാറേ എന്ന് പോലും പറയാനായിട്ടുള്ള ഉളുപ്പില്ലായ്മയാണ് സംഗീത നമ്പ്യാർ കാണിച്ചെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പ്രതിയാണ്. അതോടൊപ്പം തന്നെ റാമിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ റാം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം വരെ വന്നത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റാഫ് റൂമിൽ റാം അവിടെ കുറ്റിയടിച്ചിരിക്കുകയായിരുന്നു 12:30 മുതൽ 2 മണി വരെ. സ്വന്തം ക്യാബിനുള്ളവർ അയാൾ തൊട്ടടുത്ത് വന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കി നിന്ന് എന്തിനാ? അതിനുശേഷം അവിടെ സംസാരിച്ച ലത എന്ന് പറഞ്ഞ ടീച്ചർ ഓടി വന്ന് ഈ റാമിന് കൈ കൊടുക്കുന്നത് എന്തിനാ? ഇതെല്ലാം നമ്മൾ നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ സജീവ് സാറൊക്കെ പറയും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ട് തല്ലിക്കൊന്നിട്ട് തന്നെയാണ് താഴെ കൊണ്ടുവന്നിട്ടത്.
അവൻ ചാടുന്ന വിഷ്വലില്ല. അവിടെ മുഴുവൻ CCTV ആണ്. കോളേജ് പോലെയല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയിൽ പോലെയാണ്. ചെന്നിട്ട് അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും ജയിൽ. അവിടുത്തെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷയില്ല. തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കാട്ടിലിട്ടാൽ പോലും അറിയില്ല. 300 ഏക്കറോളം ഭൂമിയിൽ വിസ്തൃതിയിലാട്ട് കിടക്കുന്നത് പുറമ്പോക്കാണ്. ഈ ഇന്ത്യ മുതലാളിയായിട്ട് പറയുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് പോലും വരാൻ സാധിക്കാത്ത വ്യക്തികളാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങളെക്കുറിച്ച് പോലീസ് ഇന്നേവരായിട്ട് പറഞ്ഞില്ല. ലോൺ ആപ്പ് വഴിയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ കണ്ണൂർ SP അദ്ദേഹം പോലും പറഞ്ഞില്ല ഇതിൻ്റെ ഓണർ ഇന്ന ആൾക്കാരാണ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങൾ ഇന്ന ആൾക്കാരാണ്, പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ പോലും കടക്കാൻ വയ്യാത്ത ബ്ലാക്ക് ലിസ്റ്റിലുള്ള ആളുകളാണ്. വേറൊരു കാര്യം പറയാം, ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു വിഷയം മങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം മറ്റൊരു കാരണമുണ്ട്. അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം, അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന പ്രദേശം ഏത് മണ്ഡലത്തിൻ്റെ കീഴിലാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ധർമ്മടം എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അഞ്ചരക്കണ്ടി. അങ്ങനെയുള്ളൊരു കോളേജിൽ, അഞ്ചരക്കണ്ടി കോളേജിലെ A to Z കാര്യങ്ങൾ അറിയാതിരിക്കുമോ ഇവിടുത്തെ മുഖ്യമന്ത്രി? എന്നിട്ടും അദ്ദേഹം പോലും പറഞ്ഞില്ല ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണ് എന്ന്. ഇതിനു മുമ്പും അവിടെ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് തൂങ്ങി മരണം നടന്നിട്ടുണ്ട്. ഒരു നഴ്സിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ആ നഴ്സ് ജനലിൽ കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഓരോന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് ഇത്രയും നാൾ തുറന്നില്ലേ, തുറന്നത് മതി, ഇനി തുറന്നാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകില്ല എന്ന് ഭീഷണിപ്പെടുത്തിയായിട്ട് ആ കുഞ്ഞുങ്ങൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. നമുക്കിന്നും നമ്മുടെ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു അവസാനം വേണ്ടേ? എന്നും സമരം. ഇവിടുത്തെ NSSകാർ സമരം ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ SNDPക്കാർ സമരം ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ സമരം ചെയ്യുന്നുണ്ടോ? ഇവരൊന്നും സമരം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അവരെല്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയിരിക്കുന്നത് കൊണ്ട്, അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് 10 മന്ത്രിമാർ പോലും നായന്മാർ വന്നിട്ടുള്ളത്. 10 or 11 പേര്. ആ അവസ്ഥയിലേക്ക് നമുക്കെന്തുകൊണ്ട് മാറിക്കൂടാ? ഇന്നും ഇവിടെ വന്നിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി, സ്വന്തം സഹോദരനായിട്ടുള്ള വിദ്യാർത്ഥി, സ്വന്തം സഹോദരൻ്റെ കൊലപാതകം, ഇതെല്ലാം മനസ്സിലിട്ട് എത്ര വിദ്യാർത്ഥികൾ നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരും മനസ്സിലാവില്ലേ, ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് ഈ 10-22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഓരോ അമ്മമാർക്കും മനസ്സിലാവില്ലേ? എത്ര അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുന്ന ഈ വന്നിരിക്കുന്ന എല്ലാവരും കർമ്മശേഷിയുള്ള ആളുകളാണ്, തണ്ടിയേടമുള്ള ആളുകളാണ്, എന്തിനെ നേരിടാനുള്ള ചങ്കുറപ്പുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വീടുകൾ അടച്ചിട്ട് 28-ാം തീയതി ഇറങ്ങണം. 27-ാം തീയതി പന്തം കൊളുത്തി ജാഥകൾ ഓരോ പ്രദേശത്തും നടക്കുമ്പോൾ നമ്മുടെ സ്ത്രീജനങ്ങളും കുട്ടികളുമായിട്ട് ഇറങ്ങണം. നമ്മളെങ്കിലും ഇറങ്ങണം. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ട് അതൊരു ശക്തമായിട്ടുള്ള ഒരു പന്തം കൊളുത്തി പ്രകടനമാണെങ്കിൽ പിറ്റേ ദിവസം കട തുറക്കാനായിട്ട് അതിൻ്റെ ഉടമൊന്ന് മടിക്കും. ഒരു വണ്ടി ഓടിക്കാൻ അതിൻ്റെ ഉടമസ്ഥൻ മടിക്കും. സർക്കാരിൻ്റെ വണ്ടികളാണെങ്കിലും അവർ മടിക്കും, ആ ജീവനക്കാർ മടിക്കും. ആ രീതിയിലേക്ക് നമ്മൾ മാറണം എന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാൻ സമയമുള്ളൂ. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ട ഒരു സ്വാഗത പ്രസംഗമായതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഇതൊരു അവസാനത്തെ സമരമായിട്ട് മാറ്റണം. ഈ സമരം ഒരു അവസാനത്തെ സമരമായിട്ട് മാറ്റണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാൻ പറ്റും ശാന്തമ്മ മാഡം. ഇടയ്ക്ക് ശാന്തമ്മ ചേച്ചി എന്നൊക്കെ വിളിക്കും. കാരണം ഒരു മാതൃത്വം നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് ഇവിടുത്തെ കുട്ടികളോട് അവർ ഇടപഴകുന്നത്. ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെന്തെങ്കിലും കാര്യം, നമ്മുടെ ഫീസോ മറ്റു കാര്യങ്ങളോ നോക്കുക, അതൊരു വിഷയമുണ്ടെങ്കിൽ അത് സാമൂഹ്യ പ്രശ്നമായിട്ടുള്ളൊരു വിഷയമാണ്. കുടുംബപരമായിട്ടുള്ള വിഷയമായാലും വ്യക്തിപരമായിട്ടുള്ള വിഷയമായാലും നമ്മുടെ ചോരയാണെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് ശാന്തമ്മ മാഡം. അഡ്വക്കേറ്റ് PK ശാന്തമ്മ മാഡത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക്, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഈ സ്ഥാനത്ത്, അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ AK സജീവ് സാറ്, നിങ്ങൾക്കറിയാൻ പറ്റും, ഏതൊരു സമരത്തിൻ്റെയും മുന്നണി പോരാളിയായിട്ട് നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ
മിതം ജാസാരം ജാവജോഹിതം എന്ന് കുറച്ച് കാച്ചിക്കുറുക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു AK സജീവൻ സാറിനെ നമ്മൾക്ക് പല ആവർത്തി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കണ്ടിട്ടുണ്ട്, സമരമുഖങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ ഹാർദമായി ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാതൃദേശം TV-യുടെ CMD മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ CT സുകുമാരൻ കൊലപാതക സമരം ഉൾപ്പെടെയുള്ള സമരമുഖങ്ങളിൽ മദ്രാസിൽ നിന്ന് പല ആവർത്തി ഇവിടെ വന്ന് കയ്യിലെ കാശും കൊടുത്തുകൊണ്ട് വീണ്ടും തിരിച്ച് അവിടെ ജോലിക്ക് പോകുന്ന ഒരു TT വിശ്വംഭരൻ ഉണ്ടായിരുന്നു. TT വിശ്വംഭരൻ സാർ അതിനുശേഷം ഓരോ സമരങ്ങളിലും ചില വാശികളൊക്കെ ഉണ്ടെങ്കിലും ഓരോ സമരമുഖങ്ങളിലും പിന്നിൽ നിന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. TT വിശ്വംഭരൻ സാറിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾക്കൊപ്പം നടന്ന് ദളിത് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിന്നുകൊണ്ട് ഈ പറയുന്ന പട്ടികജാതി ലിസ്റ്റ് ഭേദഗതി സമരമായാലും CT സുകുമാരൻ കൊലപാതക സമരമായാലും പുലയൻ വിഷയമായാലും ഇതിനുശേഷം വന്ന നിരവധി ഹർത്താലുകൾ വന്നു പല കാലത്ത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെയെല്ലാം സ്വന്തം ശരീരം നോക്കാതെ, സാമ്പത്തികം നോക്കാതെ, നാളെ ജയിലിലേക്ക് പോകേണ്ടി വരുമോ, കേസുണ്ടാകുമോ എന്നൊന്നും നോക്കാതെ സമരമുഖത്തേക്ക് മുന്നോട്ട് വന്നുകൊണ്ട് ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തലത്തിൽ വരെ എത്തിയിട്ടുള്ള പറവൂർക്കാരനായിട്ടുള്ള KK ജ്യോതിവാസിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും, സെൻട്രൽ എംപ്ലോയീസിൻ്റെ സന്തോഷ് കുമാർ PK സാറ്, സന്തോഷേട്ടാന്ന് PK എന്നും സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന ഒരു സെൻട്രൽ എംപ്ലോയി, ഒരു ഗസറ്റഡ് റാങ്കിന് മേലെ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളായിട്ട് പോലും ഏറ്റവും വിനീതനായിട്ട് നിൽക്കുകയും ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തമ്മിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ഒരു ഭയവും കൂടാതെ ഏത് സമരത്തിലേക്കും മുന്നിലും പിന്നിലും നിൽക്കുന്ന വ്യക്തിയാണ് PK സന്തോഷ് കുമാർ സാർ. അദ്ദേഹത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ നിരവധി വേദിയിൽ പലരുണ്ട്. ഡോക്ടർ ആർ മോഹൻ സാറ്, അതുപോലെ വൈപ്പിൻകരയുടെ KK ചെറായി വൈപ്പിൻ മണ്ഡലത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടിയും ഈ 28-ൻ്റെ സമരം നടത്തുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മണ്ഡലം തലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള, മേഖലാ തലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് വൈപ്പിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ സാരഥിയായിട്ട് നിൽക്കുന്ന നിരവധി സംഘടന സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന KK ചെറായിയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പലരുടെയും പേരുകൾ അറിയില്ല. വിദ്യാധര സാറുണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇതെല്ലാം വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കർമ്മശേഷിയുള്ള നേതാക്കന്മാരാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുള്ള ആളുകളാണ്. ഇവിടെ നമുക്ക് അവിടെയോ ഇവിടെയോ അല്ല, നമ്മൾ തുല്യരാണ്. നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സഹോദരങ്ങൾക്കും, എൻ്റെ രക്തമിത്രങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമരം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന ഓരോ സഹോദരനും പല കാര്യങ്ങൾ, സ്വന്തമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി പറയുന്നു, ഈ സമരം നമ്മുടെ അവസാനത്തെ സമരമായിട്ട് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനിയും നമ്മൾക്ക് സമരം ചെയ്യാൻ സമയമില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മുഴുവൻ നമ്മൾ സമരത്തിൽ തെരുവിൽ അലഞ്ഞിരിഞ്ഞുകൊണ്ട് പോലീസിൻ്റെ അടി കിട്ടാനും തുറങ്കിലേക്ക് പോകാനും നമുക്കിനി സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഷാറായിട്ട് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മടിപിടിക്കരുത്. നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടുമുള്ള നമുക്ക് പല വേർതിരിവുകൾ, ജാതീയമായിട്ടുള്ള സംഘടനാ വേർതിരിവുകൾ, അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ, ഇതെല്ലാം അവിടെ മാറ്റിവെക്കുക. ഇവിടെ നിതിൻ രാജിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ അവൻ്റെ വീട്ടിലേക്ക്, നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് 10 കോടി രൂപ അടിയന്തരമായിട്ട് ധനസഹായം പ്രഖ്യാപിക്കുക. അതുമാത്രമല്ല, അതിലുപരി ഇനിയൊരു നിതിൻ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം ഈ രാജ്യം മനസ്സിലാക്കണം. കേരളത്തിലെ ഇവിടുത്തെ SC/ST ജനവിഭാഗങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ, അതോടൊപ്പം തന്നെ ഇവിടെ കർമ്മശേഷിയുള്ള സമരഭടന്മാർ നിരന്നു നിൽക്കുന്ന കേരളത്തിൽ ഇനി ഒരു നിതിൻ രാജിനെ ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപനം കൊടുക്കുന്ന 28-ലെ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും സ്വാഗതം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഭീം.